ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഫുട്ബോൾ. സോ പ്രീ സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാലോ. സോ ആർസണലിന്റെ രണ്ടാമത്തെ പ്രീ സീസൺ മത്സരം ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയായിരുന്നു. ആദ്യത്തെ പ്രീ സീസൺ മത്സരം AC മിലാനെതിരെ 1-0 വിജയം ആർസണലിന് നേടാൻ കഴിഞ്ഞെങ്കിൽ ഈ പ്രീ സീസൺ മത്സരത്തിൽ 3-2 നല്ലൊരു വിജയമാണ് ആർസണലിന് മറ്റൊരു പ്രീമിയർ ലീഗ് ടീമായ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. സോ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ലീഡ് എടുത്തത് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. 4ാമത്തെ മിനിറ്റ് അവർ ലീഡ് എടുത്തായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ലീഡ് റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അഗെയിൻ അവർ ഈക്വലൈസിംഗ് ഗോൾ കണ്ടെത്തി. പക്ഷേ അവസാനം 84ാമത്തെ മിനിറ്റിൽ ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡെഗാർഡിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ ആർസണൽ വിജയം ഉറപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സോ മത്സരത്തിൽ മിക്ക പ്ലേയേഴ്സിനും അവസരങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മത്സരത്തിലാണെങ്കിലും ഈ മത്സരത്തിലാണെങ്കിലും എടുത്തു പറയേണ്ടത് മാക്സ് ഡോമൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പ്ലെയർ സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയത്. 30 മിനിറ്റോളം ഈ 15 വയസ്സുള്ള പ്ലെയർ കളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ആർസണൽ ഫാൻസ് ശരിക്കും പ്രതീക്ഷ ഈ ഒരു പ്ലെയറിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലെയറിലുള്ള പ്രതീക്ഷ എന്നുള്ളതാണ്. ഒരു ജനറേഷണൽ ടാലൻ്റായിട്ട് വരാൻ പോകുന്ന ഒരു പ്ലെയറാണ് എന്നുള്ളതിൻ്റെ സയൻസും കാര്യങ്ങളും ഒക്കെ ഈ പ്ലെയർ ഓരോ മത്സരത്തിലും കാഴ്ചവെക്കുന്നുണ്ട്. അത് ഈ 15ാമത്തെ വയസ്സിൽ എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഈ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ജോലിംഗ്ടൻ്റെ വക മുഖത്തൊരടി, ഒരു നടയടി പോലെ മേടിച്ചുകൊണ്ടാണ് പ്ലെയർ സ്റ്റാർട്ട് ചെയ്തത്. ജോലിംഗ്ടൺ അത് അബദ്ധത്തിൽ പറ്റിയതാണ്. അപ്പോൾ തന്നെ അപ്പോളജൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു പ്ലെയറിൻ്റെ. റൈറ്റ് വിങ്ങിൽ നല്ല രീതിയിൽ ഡ്രിബ്ലിംഗ് ആണെങ്കിലും ബോൾ ക്യാരി ചെയ്യുന്നതാണെങ്കിലും ഷോട്ട് ആക്യുറസി ആണെങ്കിലും ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും 15 വയസ്സ് മാത്രമേ പ്ലെയറിന് പ്രായമുള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ട് പോകും എന്നുള്ളതാണ്. സോ ആൻഡ് ആ ഒരു വിന്നിങ് പെനാൽറ്റി നേടുന്നതും മാക്സ് ഡോമനിലൂടെ തന്നെയാണ് എന്നുള്ളതാണ്. അതേ റൈറ്റ് വിങ്ങിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് കയറി ബോക്സിനകത്ത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിംടൺ തന്നെയാണ് പ്ലെയറിനെ തള്ളിയിടുന്നതും അവിടെ ആ ഒരു പെനാൽറ്റി മാക്സ് ഡോമൻ ആർസണലിന് വേണ്ടി വിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഒരുപാട് ഈ പ്ലെയറിലുള്ള പ്രതീക്ഷ നമുക്ക് ഡേ ബൈ ഡേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഏറി വരുന്നു എന്നുള്ളതാണ്. എത്രയും വേഗം പ്ലെയർ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഫസ്റ്റ് ടീമിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അവിടെയും ഒരു ചോദ്യമുണ്ട്, പ്ലെയർ റൈറ്റ് വിങ്ങർ ആയിട്ടായിരിക്കും കുറച്ചുകൂടി സെൻട്രലായിട്ടായിരിക്കും കളിക്കുക. കാരണം റൈറ്റ് വിങ്ങിൽ ഓൾറെഡി നമുക്ക് ബുക്കാസ് ആക്കിയില്ലേ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിലേക്കൊന്നും ചർച്ച പോകേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ആ പ്ലെയറിൻ്റെ ഇതേപോലുള്ള ചെറിയ അപ്പിയറൻസസും കാര്യങ്ങളും നമുക്ക് ഫാൻസ് എൻജോയ് ചെയ്യാം. ആ പ്ലെയർ അധികം ടെൻഷനൊന്നുമില്ലാതെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഫേസിലൂടെ കടന്നു പോകട്ടെ എന്നുള്ളതാണ്. മാക്സ് ഡോമന് മാത്രമല്ല ഒരുപാട് മറ്റുള്ള കുറേ യങ്സ്റ്റേഴ്സിനും ഈ മത്സരത്തിൽ അവസരം മിക്കേൽ ആർട്ടറ്റ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ചെറിയൊരു പേടി തട്ടിയത് കലഫ്യൂരിയുടെ കാര്യത്തിലാണ്. കലഫ്യൂർ സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം ചെറിയൊരു ഇഞ്ചുറി കൺസേൺ പോലെ കാണിച്ചാണ് പ്ലെയർ പോയത്. വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എനിവേ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എനിവേ നല്ലൊരു മത്സരം തന്നെയായിരുന്നു ആർസണലിന്. പറഞ്ഞ പോലെ പ്രീ സീസൺ മത്സരമാണ്, ഒരുപാട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിവേ മിക്ക പ്ലേയേഴ്സിനും അവസരം കാര്യങ്ങളൊക്കെ കിട്ടി. സോ ഇനിയിപ്പോൾ അടുത്ത പ്രീ സീസൺ മത്സരം വരുന്നത് ഈ ഒരു ഏഷ്യ ടൂറിലെ അവസാന മത്സരം വരുന്നത് ടോട്ടനം ഹോട്ട്സ്പറിനെതിരെ, നമ്മുടെ സ്പേഴ്സിനെതിരെ വ്യാഴാഴ്ചയാണ് മത്സരം വരുന്നത്. സോ അതിൽ വിക്ടർ ഗോയിക്കേഴ്സ്, അതാണ് പറയാൻ വിട്ടുപോയ കാര്യം, വിക്ടർ ഗോയിക്കേഴ്സിനെ ഈ ഒരു മത്സരത്തിൽ സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ആർസണൽ പ്ലെയറായിട്ട് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അൺവീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വിക്ടർ ഗോയിക്കേഴ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റേഡിയത്തിൽ വന്നിരുന്നു. ആൻഡ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നെക്സ്റ്റ് മത്സരത്തിൽ വിക്ടർ ഗോയിക്കേഴ്സ് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. അതിന് മിക്കേൽ ആർട്ടറ്റ പറയുന്നത് മെഡിക്കൽ ടീമായിട്ട് ചർച്ച നടത്തണം, കാര്യങ്ങളൊക്കെ നോക്കണം, നമ്മൾ വെറുതെ പുഷ് ചെയ്യുന്നില്ല, പക്ഷേ പ്ലെയറെ റിസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുകയും ഇല്ല എന്നുള്ളതൊക്കെയാണ് മിക്കേൽ ആർട്ടറ്റ പറയുന്നത്. സോ ഗോയിക്കേഴ്സ് മിക്കവാറും സ്പേഴ്സിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ വില്യം സാലിബയുടെ കാര്യം എടുത്ത് പറയാനുണ്ട്. വില്യം സാലിബയുടെ അടുത്തൊരു പ്ലെയർ മാച്ചിന് ശേഷം ചോദിച്ചപ്പോൾ പുതിയ കോൺട്രാക്ട് എപ്പോഴാണ് സൈൻ ചെയ്യുന്നത്, കാരണം പ്ലെയർ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ, പ്ലെയർ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിലൊക്കെ. സോ അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ വില്യം സാലിബ പറഞ്ഞത് സോ സൂൺ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നുള്ള രീതിയിലാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാകും, ദൈവം നല്ലവനാണ് എന്നുള്ള രീതിയിലാണ് വില്യം സാലിബ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ തന്നെ കൺസിഡർ ചെയ്യാം. ആൻഡ് ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എബ്രച്ചിയസയുടെ കാര്യം പറയുകയാണെങ്കിൽ എബ്രച്ചിയസയുടെ കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു നീക്കുപോക്കൊന്നുമില്ല. ഇൻഡയറക്റ്റ് ടോക്സ് ബിറ്റ്വീൻ ക്ലബ്സ് നടന്നതായിട്ട് പറയുന്നു, പക്ഷേ ഡയറക്റ്റ് ടോക്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എബ്രച്ചിയസെ 100% ആർസണലിലേക്ക് വരാനായിട്ട്, തൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമായിട്ട് ആർസണലിലേക്ക് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട്സ് ഇപ്പോഴും വരുന്നത്. അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ റിപ്പോർട്ട്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ എനിവേ ഇതൊക്കെയാണ് ആർസണലിനെ സംബന്ധിക്കുന്ന ന്യൂസും കാര്യങ്ങളും പറയാനുള്ളത് എന്നുള്ളതാണ്. സോ ഇനി പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ ഗബ്രിയേൽ ജീസസിൻ്റെ കാര്യമാണ്. ഗബ്രിയേൽ ജീസസിനെ ആർസണലിൽ വിൽക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് 2 ദിവസം മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ്. സോ കുറച്ച് ബ്രസീലിയൻ ക്ലബ്സൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട്സ് വരുന്നുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ
ഗോയിക്കേഴ്സ് കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഗബ്രിയേൽ ജീസസ് നമ്മുടെ വേജ് സ്ട്രക്ചറിൽ നല്ലൊരു ഏരിയ കവർ ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഗബ്രിയേൽ ജീസസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്ലെയർ ഒഴിവാക്കേണ്ടത് ആഴ്സണലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഔട്ട് ഗോയിങ് ബിസിനസ് നടത്തേണ്ടത് ഈ ഒരു സമ്മറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സങ്കടകരമായ കാര്യമാണ്, കാരണം ഗബ്രിയേൽ ജീസസ് വന്ന സമയത്ത് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു വന്ന സമയത്തുള്ള ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നമ്മളെ ആ ഒരു ട്രോഫി ക്യാബിനറ്റ് തുറക്കുന്നതിലേക്ക് എത്തിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇഞ്ചുറീസ് ശരിക്കും ഗബ്രിയേൽ ജീസസിനെ വലച്ചു എന്ന് തന്നെ പറയാം. മേ ബി ഇഞ്ചുറീസ് ഇത്രയും ഇഞ്ചുറീസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്ലെയർ നിന്നിരുന്നെങ്കിൽ, ഫിറ്റായിട്ട് നിന്നിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഓൾറെഡി ഒരു പ്രീമിയർ ലീഗ് ട്രോഫി ടച്ച് ചെയ്തിട്ടുണ്ടായേനെ എന്ന് വേണമെങ്കിൽ പറയാം. തെറ്റൊന്നുമില്ല അങ്ങനെ പറയണുണ്ട്. ഇനി എന്തായാലും ഗബ്രിയേൽ ജീസസിനെ മിക്കവാറും ഈ സമ്മറിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് ആൻഡ്രിയ ബെർട്ട ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ റീസ് നെൽസന്റെ കാര്യം, ഫുൾ ഹാമിലേക്ക് പ്ലെയർ പോകുക എന്നുള്ള സാധ്യത വളരെയധികം കൂടി വരുന്നു. സോ ഈ ഔട്ട് ഗോയിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിക്കവാറും എബ്രച്ചേസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇനി മറ്റുള്ള പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളുടെ ട്രാൻസ്മിഷനുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ എടുത്തു പറയണം. ലൂയിസ് ഡിയാസിൻ്റെ കാര്യം കുറേ നാളിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിച്ചതാണ് ബയേൺ മ്യൂണിച്ചിൻ്റെ ലിവർപൂൾ. പക്ഷേ അവസാനം എഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. 75 മില്യൺ യൂറോസിൻ്റെ പാക്കേജിന് ലൂയിസ് ഡിയാസ് 28 വയസ്സുള്ള ഈ ഒരു വിങ്ങർ ബയേൺ മ്യൂണിച്ചിലേക്ക് പോകുന്ന കാര്യം എഗ്രിമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. മെഡിക്കൽ ഓതറൈസേഷൻ കിട്ടി. പ്ലെയർ ഉടനെ തന്നെ ട്രാവൽ ചെയ്ത് മെഡിക്കലും കാര്യങ്ങളിലൊക്കെ പോകും. 4 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ലൂയിസ് ഡിയാസ് സൈൻ ചെയ്യാൻ പോകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സോ ആ ഒരു സാഹയ്ക്ക് ലൂയിസ് ഡിയാസിന് ഓൾറെഡി പോകണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്താണ്, ക്ലബിനെ അറിയിച്ചതാണ്. ആ ഒരു ബയേൺ മ്യൂണിച്ച് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സും നടത്തിയതാണ്. പക്ഷേ അതൊക്കെ ലിവർപൂൾ റിജക്റ്റ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സാക്കിൻ്റെ ഒരു വരവ് ഒരു ചോദ്യത്തിൽ നിൽക്കുമ്പോൾ ലൂയിസ് ഡിയാസിൻ്റെ ഈ ഒരു ഔട്ട് ഗോയിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഡാർവിൻ നൂനസ് പിറകെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഔട്ട് ഗോയിങ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഈ സാക്കിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ ലൂയിസ് ഡിയാസിൻ്റെ സാക്ക് അവിടെ അവസാനിച്ചു. ആൻഡ് അതേപോലെ തന്നെ അൽ നാസറിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ അൽ നാസർ ചെൽസിയിൽ നിന്ന് ജാവോ ഫെലിക്സിനെ ബെൻഫിക്ക മൂവ് ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. 30 മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് എന്ന് പറയുന്ന ഒരു പാക്കേജിനാണ് പ്ലെയറെ അൽ നാസറിലേക്ക് വരുന്ന കാര്യത്തിൽ എഗ്രിമെൻ്റൊക്കെ എത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സോ അതോടൊപ്പം തന്നെ ഹെവി സലോൺ ക്ലോസും ഉണ്ട് പ്ലെയറിൻ്റെ പേരിൽ. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ നാസർ ജാവോ ഫെലിക്സ് മാത്രം പോരാ, ഞങ്ങൾക്ക് ആൻ്റണി കൂടി വേണം എന്നുള്ള രീതിയിൽ മാൻ യുണൈറ്റഡിന് ഒരു ബിഡ് വെച്ചതായിട്ട് റൂമേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അതേപോലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മോർഗൻ ഗിബ്സ് വൈറ്റ് 2028 വരെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ്. ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ട് എല്ലാം സംസാരിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്നതാണ്. അതിന് ശേഷമാണ് അത് മൊത്തത്തിൽ ഡീല് ഓഫായി പോയത് എന്നുള്ളതാണ്. സോ പുതിയ കോൺട്രാക്റ്റ് അവിടെ മോർഗൻ ഗിബ്സ് വൈറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് 2028 വരെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ. അതേപോലെ തന്നെ അൽ നാസറിൻ്റെ ഒറ്റാവിയോ മറ്റൊരു സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ കാസിയയിലേക്ക് മാറുന്നതിനെ പറ്റി പ്ലെയറിന് അപ്രോച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു ബിഡൊക്കെ ഓൾറെഡി അൽ നാസറിന് കിട്ടിയത് അൽ കാസിയയുടെ ഭാഗത്തുനിന്നും ബിഡ് എത്തിയതായിട്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പ്ലെയർ അതിന് തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സ് വരുന്നത്. പിന്നെ ഈ ന്യൂകാസിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഇപ്പോൾ എഡി ഹോവേൻ്റെ അടുത്ത് പ്രീ സീസൺ മത്സരത്തിന് ശേഷം എഡി ഹോവേൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഈ സാക്ക് ടൂറിലേക്ക് ടീമിൻ്റെ പ്രീ സീസൺ ടൂറിനോട് കൂടി ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ നോ ചാൻസ് എന്നാണ് പറഞ്ഞത്. സോ ഒരു ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്രോച്ചിന് വേണ്ടി ന്യൂകാസിൽ വെയിറ്റ് ചെയ്യുകയാണെന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇപ്പോൾ ലൂയിസ് ഡിയാസിൻ്റെ ഈ ഒരു സെയിൽ നടന്നത് അതിന് വലിയൊരു കാറ്റലിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു ട്രാൻസ്മിഷനുകളൊക്കെ അടങ്ങി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.